ഹായ് എവരിവൺ, ഐ ആം ജോബിൻ സെൽവാനോസ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഹഡിൽ ഗ്ലോബൽ 2024 ഹഡിൽ ഗ്ലോബൽ 2024 എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക് ഇതൊരു ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ്. കേരളത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇവൻ്റ് ആണ്. ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രത്യേകത ഒരു സെൽഫി എടുത്താലോ? ജോബിനെ എന്റെ പൊന്ന്. താങ്ക് യു സാർ. വളരെ ബിഗ് ഫാനാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹഡിൽ ഗ്ലോബൽ 2024 എന്താണെന്ന് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഹഡിൽ ഗ്ലോബൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോൺഫറൻസസ്, അതുപോലെ തന്നെ ഒരുപാട് ഈവൻറ്റ്സും കാര്യങ്ങളും ഇവിടെ വെച്ച് നടക്കും. അതുപോലെ നമുക്ക് പലതരം ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ പല IT ഫീൽഡിലായാലും ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പലതിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരോട്ട് നമുക്ക് കണക്ട് ചെയ്യാനും അപ്പോയിൻമെൻറ്റ് എടുക്കാനും അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് നോക്കാനും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് പുറത്ത് പല പ്രൊഡക്റ്റ് ഡെമോസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊരു ഫെസ്റ്റിവൽ പോലെയാണ്. സത്യം പറഞ്ഞാൽ ഒരു ഉത്സവമാണ് ഇവിടെ. സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഉത്സവമാണ്. നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അവിടെ പരിപാടി കിടക്കും, ഇവിടെ പരിപാടി കിടക്കും, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം. അതേ ഒരു കൈൻഡ് ഓഫ് സെറ്റപ്പിലാണ്, വൈബിലുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അവിടെ ഇവിടെ എല്ലാം ഇൻട്രസ്റ്റിംഗ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കാം. 5-6 സ്ഥലങ്ങളിലായിട്ട് പല ഹാളിലായിട്ട് കോൺഫറൻസസ് കിടക്കും. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ ഇരിക്കണം അല്ലെങ്കിൽ ഈ വഴി അങ്ങോട്ട് പോകണം, അങ്ങനെ ഒരു നിർബന്ധങ്ങളും ഇല്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലോ ഇത് നടക്കുന്ന കോവളം ലീല റിസോർട്ടിലാണെന്ന്. അപ്പോൾ ലീല റാവിസിൽ ഒരു ബീച്ച് സൈഡിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ്. അതായത് ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ വണ്ടി ഒരു കൊക്കോ എന്ന് പറഞ്ഞൊരു ആപ്പിൻ്റെ വാലറ്റ് പാർക്കിംഗ് വഴി വണ്ടി അപ്പുറത്തെ സൈഡ് കൊണ്ട് അവർ തന്നെ പാർക്ക് ചെയ്തു. വേറെ നമുക്കതിന് വേണ്ടി മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ സൈഡ് ഹസിൽ എന്ന് പറഞ്ഞ് ബീച്ച് സൈഡ് ഹഡിൽ എന്ന് പറഞ്ഞ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബീച്ച് സൈഡും ഈ ഒരു വൈബൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ സമയം പോയി ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ വൈകുന്നേര സെഷൻസ് ഉണ്ട്. അതുപോലെ 3ാമത്തെ ദിവസം സൺഡൗൺ പാർട്ടി ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാലും നമുക്ക് ഇങ്ങോട്ട് കുറച്ച് പോയി നോക്കാം. ഈ ഒരു ഏരിയ തന്നെ കണ്ടില്ല. അതായത് പെർ പേഴ്സൺ അല്ലെങ്കിൽ ഒരാൾ റൂം എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഏരിയ കിട്ടുന്നത്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇവിടെ 10-25,000 രൂപയാവും 1 നൈറ്റ് സ്റ്റാൻഡിന്. ബട്ട് ആ ഒരു പ്രീമിയം സംഭവം നമുക്ക് ഇവിടെ ഈ ഒരു ഹഡിലിൽ ടിക്കറ്റ് എടുത്താൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഹായ് ബൈ. ഇപ്പോൾ ഈ സൈഡ് കാണുന്ന എല്ലാം നമ്മുടെ ഈ പ്രൈവറ്റ് ബീച്ചാണ്. ഈ ടൈഡ്സ് എന്ന് പറഞ്ഞ ഏരിയയുടെ പ്രൈവറ്റ് ബീച്ചാണ്. ആ സൈഡ് കാണുന്നതെല്ലാം ഇതിൻ്റെ നമ്മുടെ ഈ റിസോർട്ടിലെ എന്നല്ല, ഈ കോവളത്തിലെ ബീച്ച് സൈഡാണ് നമുക്ക് ആ സൈഡ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതിന് ഒരു പ്രത്യേക വൈബാണ്. ഇവിടെ വരണ പലരും പറയുന്നത് ഇപ്പോൾ ബാലിയിലൊക്കെ പോയി പലരും സ്റ്റാർട്ടപ്പൊക്കെ സെറ്റ് ചെയ്യാറുണ്ടല്ലോ, ആ ഒരു ബീച്ച് വൈബിലൊക്കെ നിന്ന് അതേ ഒരു വൈബൊക്കെ ഈ ഏരിയയിൽ കിട്ടുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇൻഫ്ലുവൻസിലായിട്ടുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റും. ഇപ്പം നേരത്തെ നടന്നു വന്നപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഫെലിക്സ് ഒന്ന് സംസാരിച്ചില്ലേ, അതുപോലെ തന്നെ കുറച്ച് നേരത്തെ അനന്തു സാറിനെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ പലരെയും ഇതുപോലെ കണ്ടായിരുന്നു, ഷാരിഖ് ശംസുദ്ദീൻ. ഇപ്പോൾ തന്നെ തോന്നിക്കുന്നു എഡുപോർട്ടിൻ്റെ ഫൗണ്ടർ ഇരിക്കുന്നു. അതുപോലെ പലരും അങ്ങനെ പലരും ഇപ്പോൾ നല്ല ഇൻഫ്ലുവൻസിലായിട്ടുള്ള CEOs ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, കണക്ഷൻസിലുള്ള ഒരുപാട് പേരുണ്ട്. അതാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് പറയാൻ പറ്റുക. ഇനി നമുക്ക് ഈവൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കിനി ഉള്ളിലോട്ട് പോയൊന്ന് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ മെയിൻ ഏരിയയിലാണ്. മെയിൻ ഏരിയയിൽ രജിസ്ട്രേഷൻ ഏരിയയിൽ ഇവിടെ തന്നെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. മാപ്പിൽ തന്നെ നമുക്ക് കാണാം 13ഓളം ഏരിയാസ് ഇവിടെ ഉണ്ട്. ഈ ഓരോ ഏരിയാസിൽ സബ് ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം 12-13 അത് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ബഗ്ഗിയിൽ പോവേണ്ടി വരും. ബഗ്ഗി സർവീസസ് ഒക്കെ ഉണ്ട്. റോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ബഗ്ഗി സർവീസ് വരും. നമുക്കതിൽ കയറി അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള സംഭവങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയാസാണ്. ഇപ്പോൾ 1 തൊട്ട് 8 വരെയുള്ള ഏരിയാസ് ഫുള്ള് നമുക്ക് ഈ ഒരു മെയിൻ ഏരിയയിലാണ്. അതിനെ തുടർന്ന് 11 ഏരിയ, അതായത് 11, 10, 9 ഈ 3 ഏരിയ ബീച്ച് സൈഡിലാണ്. നേരത്തെ കണ്ടല്ലോ ആ ബീച്ച് സൈഡിലാണ്. അപ്പോൾ അവിടെയും പല പല പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി പരിപാടികളെല്ലാം ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിൽ നമുക്കൊന്ന് പോയി നോക്കാം. നമുക്കിവിടെ വന്ന് കയറുന്ന ഏരിയയിൽ തന്നെ കുറച്ച് റോബോട്ട്സിനെയൊക്കെ കാണാം. താര റോബോട്ടാണ്. കൊച്ചിയിൽ എറണാകുളത്തുള്ളൊരു സ്റ്റാർട്ടപ്പാണ് iHub റോബോട്ടിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി കൊണ്ടുവച്ചിരിക്കുന്ന കുറച്ച് റോബോട്ട്സാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോ ബൂത്തുകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ സ്പീക്കേഴ്സിന് ഇരിക്കാൻ സ്പെഷ്യൽ ഏരിയാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ VIPസിന് മുകളിൽ കുറച്ച് ഏരിയാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ കേരള ക്രാഫ്റ്റ്സ് ആൻഡ് വില്ലേജിൻ്റെ കുറച്ച് ആർട്സും കാര്യങ്ങളും
ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വരുന്ന മെയിൻ ഏരിയാസിൽ തന്നെ ഉള്ളത്. അതുപോലെ ഇവിടെ ഒരു മെയിൻ സ്റ്റേജ് ഉണ്ട്. മെയിൻ സ്റ്റേജിൽ മെയിനായിട്ടുള്ള ഇനാഗുറേഷനും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സൊക്കെ വരുമ്പോഴുള്ള സ്പീച്ചും കാര്യങ്ങളും, അതുപോലെ മെയിൻ അട്രാക്റ്റീവ് സ്പീച്ചസ് എല്ലാം അതായത് ലാർജ് ഓഡിയൻസിന് ഇരിക്കാനുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് ഇവിടെയാണ് നടക്കുന്നത്. അതുപോലെ ഇവിടെ പല ആർട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വെൻ ടെക്നോളജി മീറ്റ്സ് ആർട്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് റോബോട്ട്സും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടിങ്കർ റോബോട്ടിക്സ് കമ്പനി അവതരിപ്പിക്കുന്ന ഒരു റോബോ പാർക്കിൻ്റെ ഒരു കൺസെപ്റ്റൽ മോഡൽ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ദുബായിലൊക്കെ പോയപ്പോൾ അവിടെ ഒരുപാട് റിയൽ എസ്റ്റേറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ കാണിച്ചില്ലേ, അതുപോലെ റോബോ പാർക്ക് തൃശ്ശൂരിൽ വരുന്ന ഒരു പ്രൊജക്റ്റുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അല്ലാതെ ഇട്ടിട്ടുണ്ട്, അതും കൂടെ കയറി ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ അവിടെ കണ്ടപ്പോൾ സെയിം കണ്ട അതേ കൺസെപ്റ്റാണ് വെൻ ആർട്ട് മീൻസ് ടെക്നോളജി എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇവിടെയും ഒരു ഫിഷിൻ്റെ ഒരു മോഡൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ബേസിക്കലി ഒരു സ്പ്രിങ് പുള്ളിയാണതാണ്, ബട്ട് നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഈ ഇവൻറ്റിൻ്റെ മെയിൻ ഏരിയാസ് എല്ലാം. അതായത് ഇതൊരു ബീച്ച് സൈഡാണ്. ബീച്ച് സൈഡ് സെറ്റപ്പ് ചെയ്തെടുത്താണ്. കഴിഞ്ഞ ഹഡിൽ ഗ്ലോബലിൽ ഫുള്ളി ബീച്ചായിരുന്നു. ഇവിടെ ഒരു തുറ ഏരിയയിലായിരുന്നു ഫുള്ള് സെറ്റ് ചെയ്തെടുത്തത്. ബട്ട് ഈ ഒരു സമയം ഒരു കോവളം ഹോട്ടലിലാണ്, കോവളം ലീല ഹോട്ടലിലാണ്. നമുക്ക് ഇതിലേ കൂടെ നടന്നു പോകാനുള്ളൊരു പാസേജ് ഉണ്ട്. ഈ പാസേജിൽ കൂടെ പോകുമ്പം തന്നെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് എക്സിബിഷൻ ഹാൾസ് ഉണ്ട്. ഇവിടെ ഒരു എക്സിബിഷൻ ഹാളുണ്ട്, ഇവിടെ ഒരു എക്സിബിഷൻ ഹാളുണ്ട്. ഈ എക്സിബിഷൻ ഹാളിലുള്ള പോയി അടിപൊളി പ്രൊഡക്ട്സ് എല്ലാം ഞാൻ അല്ലാതെ തന്നെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. ഓക്കെ. അതുപോലെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ അടുത്ത് ബോർഡുണ്ട്, ഫണ്ടിങ് മാനിയ, ബിയോണ്ട് ബോർഡേഴ്സ്, ബിസിനസ് പിയർ, മാർക്കറ്റിംഗ് മാഡ്നസ്, ഇങ്ങനെ ഒരുപാട് ഏരിയാസിൻ്റെ സ്പീച്ചസ് ഇവിടെ നടക്കുന്നതാണ്. ഫണ്ടിങ് മാനിയ മീൻസ് ബേസിക്കലി ഫണ്ടിങ്ങിനെ കുറിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും അങ്ങനെ കുറേ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് എങ്ങനെ ബോർഡേഴ്സിൻ്റെ അക്രോസ്, എങ്ങനെ GCC കൺട്രീസിലോട്ട്, എങ്ങനെ ജർമ്മൻ കൺട്രീസിലോട്ടൊക്കെ എക്സ്പാൻഡ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കോൺഫറൻസ് ആയിരിക്കും അവിടെ. പിന്നെ ബിസിനസ് പിയർ, പ്യൂർലി ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ കുറേ ഇൻവെസ്റ്റേഴ്സിനും കാര്യങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള ഏരിയ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാഡ്നസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഒരു സ്റ്റേജിൽ ബേസിക്കലി മാർക്കറ്റിംഗ്, സെയിൽസ്, അത് കൈൻഡ് ഓഫ് തിങ് ആയിരിക്കും. അവിടെ വെച്ച് 2-3 അടിപൊളി ഇവൻറ്റ്സിന് കയറിയായിരുന്നു ഞാൻ. സന്ദീപ് ബാലാജി സാറിൻ്റെ, അതുപോലെ തന്നെ ഷാരുഖ് ഷംസുദ്ദീൻ്റെ, അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സിന് കയറിയായിരുന്നു. അതുപോലെ തന്നെ എഡുപോർട്ട് ഫൗണ്ടറായ അജാസ് മുഹമ്മദ് സാറിൻ്റെ, അങ്ങനെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള പരിപാടിയുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം സ്പീക്കേഴ്സ് കുറവ്, അതുപോലെ തന്നെ പ്രൊഡക്ട്സ് കുറച്ച് ഡെമോ കുറവ് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ല. ഇതുപോലത്തെ അടിപൊളി ഈവൻറ്റ്സ് അവിടെ ഇവിടെയായിട്ട് നടക്കുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. വീണ്ടും ഇവിടെ മാപ്പുണ്ട്, ഇതുപോലെ പലയിടത്തും മാപ്പുണ്ട്. അതുപോലെ തന്നെ മാപ്പിൽ നമ്മൾ എവിടെയാണെന്നും കൃത്യം സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് പിയർ ഏരിയ, അതുപോലെ അവിടെ ഒരു ഇവൻ്റ് സ്ഥലമുണ്ട്. ആ ഇവൻ്റ് സ്ഥലം തുറന്ന് കയറുമ്പോൾ എല്ലാം നമുക്ക് അവിടെയും ഓരോ ഇവൻ്റ് നടക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ. അതുപോലെ പല എക്സിബിഷൻ ഹാൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്കൊരു എക്സിബിഷൻ ഹാളിലോട്ട് കയറാം. ഓക്കെ. ഇവിടെ നമുക്ക് പല പ്രൊഡക്ട്സും കാണാൻ പറ്റും. പ്രൊഡക്ട്സിൻ്റെ ഡെമോയും അതുപോലെ തന്നെ അവരുടെ സ്റ്റാൻഡ്സും അതുപോലെ അവർ ഓഫേഴ്സും. നമുക്കിപ്പോൾ നമ്മളൊരു കമ്പനിയാണ്, നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ എന്തെങ്കിലും സർവീസസ് അവർക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഇൻവെൻറ്റ് ചെയ്ത അല്ലെങ്കിൽ റിയൽ ഫൗണ്ടേഴ്സൊക്കെ ആയിരിക്കും ചില സ്റ്റാളിൽ നിൽക്കുന്നത്. അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ, അതുപോലെ നമുക്ക് ടെക്നോളജിയിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഈ ഏരിയയിൽ എന്ത് നടക്കുന്നു, ഈ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിൽ എന്ത് നടക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കണ്ടൊരു മറ്റൊരു സ്റ്റാർട്ടപ്പാണ് സാറ ബയോട്ടിക്സ്. അതുപോലെ ഇതൊക്കെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതായത് ആൾഗെ പ്രൊഡക്ട്സിൽ നിന്നൊക്കെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണ്. അതുപോലെ പൗൾട്രിക്കൊക്കെ പ്രോബയോട്ടിക് കുറവുള്ള അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കുന്ന ഒരു കഴിഞ്ഞ ഹഡിൽ ഞാൻ കണ്ട പ്രൊഡക്ട്സാണ്. അതുപോലെ ഓഫീസ് സ്പേസസിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന അങ്ങനെ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പല പ്രൊഡക്ട്സും വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ മൊത്തം ഇങ്ങനെ കുറേ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് സസ്റ്റൈനബിലിറ്റി സോണ്, അതുപോലെ തന്നെ മാസ്റ്റർ ക്ലാസ് 1, ഇങ്ങനത്തെ ഏരിയാസാണ് ഇവിടെ. ഇവിടെ വെച്ചായിരുന്നു ഫുഡിൻ്റെ ഏരിയ മൊത്തം ഇവിടെയായിരുന്നു. ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഏരിയയിൽ വെച്ചായിരുന്നു നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഫുഡുണ്ട്, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇതും മറ്റൊരു സ്റ്റേജാണ്, മാസ്റ്റർ ക്ലാസ് നടക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ കോളുണ്ട്. ഈ ഒരു സെറ്റപ്പിലാണ് ഇവിടുത്തെ സ്റ്റേജും പരിപാടികളും. ഇതിപ്പോൾ ബ്രേക്ക് ടൈം ആണെന്ന് തോന്നുന്നു. ഇവിടെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഹാളിൽ വന്നപ്പോൾ ഇവിടെ സാറ ബയോടെക്സിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. നേരത്തെ ഞാൻ അവിടെ ഹാളിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞില്ല. അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം. ഹായ്,
Ashmil. അശ്മിൽ, ഓക്കെ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? Yeah, sure. എന്തൊക്കെയാണെന്ന്? So in Zara Biotech, we do have multiple products. Okay. And first is the billet cookies, Okay. and we do. I'm just giving a general Okay, brief okay, about okay. it. First, we have the billet cookies, and this is the Obelia, and we have Zara Biotech Pro Chicken. Okay. So all our products, the main vertical goes to algae, and Okay. within all this product, we are putting up an idea of how to do it on a circular economy, Okay. and we are projecting a new concept of circular economy within a company. ഓക്കെ, Okay. So as simple as that, if I can define that our company in a minute, Okay. we have Obelia. It's Okay. a natural carbon absorbing system which can be implemented in indoor and outdoor spaces. Okay, okay. In its mature state, it produces algae, it produces biomass after Okay. 30 days, and that biomass is used for the production of billet spirulina cookies, Okay. and we do have different variants for that, Okay. and for the feed of Zara Biotech Pro Chicken. ഓക്കെ, ഓക്കെ. So that's what the company is all about, and Okay. within multiple entities, we are creating a circular economy, which is really the essential way to go for a growing country like India. Okay. That's Okay. what we are Yeah. projecting. You are Thank- as an architect here. ഓ, ഓക്കെ. ആർക്കിടെക്ട്സ്. ഓക്കെ, ഓക്കെ. We both are architects. We work on the carbon reduction projects. ഓക്കെ, ഓക്കെ. ബേസിക്കലി ഒരു ആൽഗെ ജനറേറ്റ് ചെയ്യുന്നു. ആൽഗയിൽ നിന്ന് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ട്. ഈ പ്രൊഡക്ട്സ് ഞാനും കഴിഞ്ഞ വർഷം ഹഡിൽ വന്നപ്പോൾ കണ്ടതാണ്. ബേസിക്കലി ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഗെ സ്പൈറലിനിൽ നിന്ന് ഉണ്ടാക്കുന്ന കുക്കീസാണ്. ഞാൻ അത് കേട്ടിട്ടുണ്ട്. സംതിങ് ലൈക്ക് നമുക്ക് ഒരു നേരത്തെ റീപ്ലേസ് ചെയ്യാം, മീൽ റീപ്ലേസ് ചെയ്യാമെന്ന്. നമ്മൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഒന്നും ഫുഡൊന്നും കഴിച്ചില്ല, രാവിലെ ഇതെടുത്ത് കുറച്ച് കഴിച്ചിട്ട് പോയാൽ മതി, ആ ഫുഡ് റീപ്ലേസ് ചെയ്യാം. അങ്ങനത്തെ പ്രൊഡക്ട്സ് ആണ് ഇത്. ബേസിക്കലി കോർപ്പറേറ്റ് സ്പേസസിൽ അതുപോലെ വീട്ടിലും കാര്യങ്ങൾ വയ്ക്കാവുന്നതാണ്. ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, ബൈ പ്രൊഡക്റ്റ് ആണ്. ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഇവിടെ ആൾഗെ ബയോമാസ് ആയിട്ട് ക്രിയേറ്റ് ആവും. അതിനെ നമുക്ക് Carbon മാത്രല്ല, it absorbs carbon, and it also addresses the other volatile components and PM 2.5. ഓക്കെ, നൈസ്. എല്ലാം. ഓക്കെ, ഓക്കെ. അതാണ് ബേസിക്കലി. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഈ പോൾട്രി ഫാമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഫുഡാണ് അല്ലേ, Food. അതിന് എന്താണ് കുറവുണ്ടെന്ന് പറഞ്ഞത്? It's high protein food, high protein chicken ആണ്. ഹൈ പ്രോട്ടീൻ ആണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. യാ, താങ്ക് യു. Yeah, thank you. ഇതുപോലെ മറ്റ് പ്രൊഡക്ട്സ് നമ്മുടെ സ്റ്റാളിലുണ്ട്. അപ്പോൾ ബാക്കി പ്രൊഡക്ട്സ് നമുക്ക് 1 by 1 ആയിട്ട് നടക്കാം. വാക്ക് ത്രൂ നടക്കത്തില്ല, ഒരുപാട് ലെങ്തി വീഡിയോ ആവും. അപ്പോൾ നമുക്ക് ഓരോ ഇതായിട്ട് പോവാം. നമുക്ക് ഈ നാളെയും ഇന്നൊക്കെ ആയിട്ട് എടുക്കുന്ന വീഡിയോസ് ആയിരിക്കും, ഞാൻ അത് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ജെൻ റോബോട്ടിക്സിൻ്റെ സ്റ്റാളിലാണ്. ഇവിടെ നമുക്കൊരു പ്രൊഡക്റ്റ് കാണാം, ബാൻഡിക്കൂട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മിനി വെർഷനും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മാൻ ഹോളിൽ മനുഷ്യന്മാരാണ്, അതുകൊണ്ടാണല്ലോ മാൻ ഹോൾ എന്ന് തന്നെ പറയുന്നത്. മാൻ ഹോളിൽ മനുഷ്യന്മാരാണ് യൂഷ്വലി ഇറങ്ങാറ്. അപ്പോൾ മാൻ ഹോളിൽ നമുക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കാൻ കണക്കിനുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ, കോഴിക്കോട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. 3 പേര് മാൻ ഹോളിൽ പെട്ടുപോകുക, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് കുറച്ച് എഞ്ചിനീയേഴ്സ്, 3-4 എഞ്ചിനീയേഴ്സ് ചേർന്ന് ഈ പ്രൊഡക്റ്റിൽ, അതിനു മുമ്പ് ഗവൺമെൻറ് ഇവരെ ഒന്ന് അപ്രോച്ച് ചെയ്തിരുന്നു. ഇവർ ആ ഒരു സമയത്ത് റോബോട്ടിക്സിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഇറക്കിക്കൊണ്ടിരുന്ന ടൈമായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് എത്തിയത്. ഇത് ബേസിക്കലി ഒരു സ്റ്റാൻഡിങ് യൂണിറ്റ് ഉണ്ട്, അതിന് പുറത്തൊരു സ്പൈഡർ യൂണിറ്റ് ഉണ്ട്. ഈ സ്റ്റാൻഡിങ് യൂണിറ്റ് ബേസിക്കലി മാൻഹോളിൻ്റെ പുറത്ത് വയ്ക്കുന്നു. ഈ സ്പൈഡർ യൂണിറ്റ് താഴ്ന്ന് ആ ഒരു മാൻഹോളിൽ കറക്റ്റ് ഫിക്സേച്ചർ ആയതിനു ശേഷം അതിൻ്റെ യൂണിറ്റ് താഴോട്ട് പോയി ബക്കറ്റിൽ വേസ്റ്റ് കളക്ട് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരുന്നു. ഇതാണ് പ്രൊഡക്റ്റ്. ഈ ഇടയ്ക്കും എന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ ഇവരുടെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞായിരുന്നു. ഇതിപ്പോൾ ഒരു ലാർജ് യൂണിറ്റാണ്. മിനി യൂണിറ്റിൽ സോളാറും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു യൂണിറ്റിൽ ഫീച്ചേഴ്സും കുറവാണ്. അത് കുറച്ച് ചെറിയ മുനിസിപ്പാലിറ്റീസിന് സ്പെസിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെയാണ്. ഇത് ട്രിവാൻഡ്രത്ത് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അതുപോലെ ഇവർക്ക് മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് വന്നിട്ട് ഒരു അരയ്ക്ക് താഴെയൊക്കെ പാരലൈസ് ആയി പോകുന്നവരുണ്ടല്ലോ, അവർക്ക് പ്രോസ്തെറ്റിക് ആയിട്ട് ഓരോ ഫിക്സേച്ചർ പോലത്തെ ഒരു സംഭവം, അതായത് അത് റോബോട്ടിക്കലി കൺട്രോൾ ആവും. അപ്പോൾ ആ ഒരു കൺട്രോൾ ഇല്ലാത്തവർക്ക് അത് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് അങ്ങനത്തെ ഒരു ഇതിലും ഇപ്പോൾ അവർ കറൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡെമോ ഇവിടെ അവൈലബിൾ അല്ല, അവർ ആ പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ജൈടെക്സിൽ പോയപ്പോഴും അതുപോലത്തെ ഒരുപാട് പ്രൊഡക്ട്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ സംഭവങ്ങളിൽ ഇവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഒരു ഫ്ലഡ് റെസ്ക്യൂ ഡ്രോണിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്ലഡും അതുപോലെ ഓരോ നാച്ചുറൽ കലാമിറ്റീസൊക്കെ വരുമ്പോൾ അവിടെ റെസ്ക്യൂവിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഇതെന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബോട്ട്സ് വെച്ചിട്ട് അതിൽ കൂടെ നമുക്ക് പ്രൊഡക്ട്സ് ഒരിടത്ത് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലഡ് ടൈമിൽ എന്തെങ്കിലും നമുക്ക് ആൾക്കാർ പലയിടത്തുണ്ട്, അപ്പോൾ അവരെ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് ലൊക്കേഷൻ റെസ്ക്യൂ ടീമിന് കൊടുക്കണമെങ്കിൽ
അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പേലോഡ് നമുക്ക് ഒരിടത്ത് ഡ്രോപ്പ് ചെയ്യണം, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഒരു സ്ട്രിങ് വഴി നമുക്ക് ഒരിടത്ത് എത്തിക്കണം, അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് റൺ ചെയ്യുന്നത് ഇലക്ട്രിക്കലാണ്. ഇതൊരു 30 മിനിറ്റ്സ് അടുപ്പിച്ച് നമുക്ക് റണ്ണിങ് ടൈം കിട്ടും, ഡിപ്പെൻഡ് അപ്പോൺ ദ പേലോഡ്. അതുപോലെ ഇത് എഞ്ചിനിലാണ് റൺ ചെയ്യണം, ഫ്യൂവലിലാണ്. അത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പാണ്, ഫ്യൂവലിലാണ് റൺ ചെയ്യണത്. ഇതൊരു 40 മിനിറ്റ്സ് അടുപ്പിച്ചാണ്. ഇങ്ങനത്തെ പ്രൊഡക്ട്സാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളത്. ഓരോ നാച്ചുറൽ കലാമിറ്റീസും കാര്യങ്ങളും വരുമ്പോൾ ടെക്നോളജിയുടെ അഭാവം കാരണം ഒരു ലൈഫും നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മിഷൻസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സീഡാക്കിൻ്റെ സ്റ്റാളിലാണ്. സീഡാക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക്, സീഡാക്ക് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന അതിൻ്റെ ഫുൾ ഫോം. ഇവരുടെ ഒരു കിറ്റാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ഡ്രോണിൻ്റെ കിറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എഡ്യൂക്കേഷൻ ആയാലും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിന് എന്തെങ്കിലും ഒരു സംഭവം പഠിക്കണമെന്ന് വെച്ചാൽ ഒരു ബേസിക് കിറ്റാണ്. ഇത് വന്നിട്ട് സംതിങ് ലൈക്ക് ഒരു 80,000 അടുപ്പിച്ചാവും ഇതിലുള്ള സെൻസേഴ്സും റിസീവേഴ്സും കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ. ബട്ട് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ 50,000 അടുപ്പിച്ചാവത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്പെസിഫിക് യൂസ് കേസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇവർ കസ്റ്റം ചെയ്ത് തരികയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. നമുക്ക് ഈ ഒരു സാധനം വാങ്ങിച്ചാൽ മതി. നമുക്ക് ബേസിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഡ്രോൺസിൻ്റെ പല പ്രൊജക്ട്സും നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും ഇത് കണ്ട് ഇൻസ്പയർ ആയി ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ പല മൈക്രോ കൺട്രോളേഴ്സും യൂസ് ചെയ്യും, അർഡ്യൂനോ അങ്ങനെ പല പ്രൊഡക്ട്സ്. ഇപ്പോൾ അത് റിലേറ്റ് ചെയ്തവർക്ക് അറിയാം, IoT ഡിവൈസസ് ഒക്കെ ഉണ്ടാക്കുന്നവർ. അതുപോലെ ഇവിടെ സീഡാക്ക് തന്നെ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ കൺട്രോളേഴ്സ് ആണ്. അപ്പോൾ ഇത് വേഗ പ്രോസസ്സേഴ്സ് ഒക്കെ ഉള്ള ബോർഡാണ്. ഇത് ഡെവലപ്മെന്റ് ബോർഡാണ്. ഇതിലാദ്യത്തെ ഇൻഡിജിനിയസ് ബോർഡാണ്. അപ്പോൾ ഇതിന്റെ പേര് വേഗ പ്രോസസ്സറിന്. നിലവിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന SoC തേജസ് 32 ആണ്. ഇതിന്റെ സ്പീഡ് 100 MHz 32 ബിറ്റ് പ്രോസസ്സറാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പം സാധാരണ ഏത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എടുത്താലും അതിനകത്തൊരു മൈക്രോ കൺട്രോളറോ മൈക്രോ പ്രോസസ്സറോ ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യണൊക്കെ പുറം രാജ്യങ്ങളിലെ ആമിൻ്റെ ഒക്കെയാണ്. ഇത് ഡാറ്റ അല്ലെങ്കിൽ പോലീസിങ് അതുപോലെ സീക്രട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡാറ്റ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും വാറോ അപ്പോൾ ഒരു രാജ്യമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നാലും നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി കുറയും. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്ത് ഒരു മൈക്രോ പ്രോസസ്സർ മാനുഫാക്ചറിംഗ് കമ്പനി ഡെവലപ്പ് ചെയ്ത് വേറെ രാജ്യത്തേക്കും നമ്മുടെ മൈക്രോ പ്രോസസ്സർ എത്തിക്കുക എന്നുള്ളതാണ് സീഡാക്കിൻ്റെ ലക്ഷ്യം. സീഡാക്കിൻ്റെ ഹാർഡ്വെയർ ഡിസൈൻ ഗ്രൂപ്പാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇപ്പം കുട്ടികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസ് മേടിക്കണമെങ്കിൽ ഹാർഡ്വെയർ ഡിസൈൻ ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഈ ബോർഡ് റോബൂലും ഉണ്ട്, ആമസോണിലും ഉണ്ട്, അല്ലെങ്കിൽ വേഗ പ്രോസസ്സറിൽ ഡയറക്റ്റ് മേടിക്കും. ഇവിടെ ഇപ്പോൾ കാണുന്നത് കെൽട്രോൺ ഡെവലപ്പ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ്. അത് ഇവരുടെ ബ്രൗസേഴ്സും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇവിടെ ഒരു സോളാർ ക്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ജംപ് സ്റ്റാർട്ടർ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിറകിൽ ബേസിക്കലി വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർ കപ്പാസിറ്ററാണ്. യൂഷ്വലി നമ്മൾ കപ്പാസിറ്റേഴ്സ് കേട്ടിട്ടുണ്ടല്ലോ, ബട്ട് ഇത് സൂപ്പർ കപ്പാസിറ്റേഴ്സ് ആണ്. ഒരു ബാറ്ററി പോലെ തന്നെ കൂടുതൽ ടൈം ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് ലൈറ്റ് വെയ്റ്റുമാണ്. അതിൽ ചെയ്ത ഒരു ട്രോളിയാണ്, ഇലക്ട്രിക് ട്രോളിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കെൽട്രോൺ നമ്മുടെ നാട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ കൃഷിയിടങ്ങളിലൊക്കെ ടെക്നോളജി അപ്ലൈ ചെയ്യണം എങ്ങനെയാണെന്ന് പലർക്കും ഡൗട്ട് കാണും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണിത്. ഡ്രോൺ ടെക്നോളജി എങ്ങനെ ഫാം ലാൻഡിൽ യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഈ കാണുന്ന ഡ്രോണ് നമുക്ക് ഫാം ലാൻഡിൽ പെസ്റ്റിസൈഡ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അടിക്കാനുള്ളൊരു ഡ്രോണാണ്. അതുപോലെ വേറൊരു ഡ്രോണുണ്ട്, അത് യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും പെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുക. അതായത് അതിൻ്റെ ലീഫിൻ്റെ ഗ്രോത്തിൻ്റെ ആ ഒരു ഇമേജസ് ഒക്കെ യൂസ് ചെയ്ത് അത് മനസ്സിലാക്കാൻ അതിൻ്റെ പ്രിസിഷൻ ഡേറ്റ ഈ ഒരു മെഷീനിൽ കൊടുത്ത് ഇത് വെച്ച് അവിടെ മാത്രം പെസ്റ്റിസൈഡ് ചെയ്യാൻ അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. നേരത്തെ നമ്മൾ പല ആപ്ലിക്കേഷൻസ് കണ്ടല്ലോ, ഫ്ലഡിലും അവിടെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫാമിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസാണിത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രഡീഷണൽ ഫാമിംഗ് ആണെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഇതുപോലത്തെ ആഡ് ഓൺ ടെക്നോളജീസ് ചെയ്യുമ്പോൾ ഈൽഡ് കൂടുതൽ കിട്ടാനും അതുപോലെ തന്നെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും ബെനിഫിറ്റ് ചെയ്യുന്ന ടെക്നോളജീസാണിത്. അതുപോലെ ഇവിടെ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്, RFID ഡ്രോണാണ്. ഇപ്പോൾ വലിയ വലിയ യാർഡുകളിൽ ഇപ്പോൾ കാർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ വലിയ വലിയ കേസസ് ഉണ്ടാക്കി അതുപോലെ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ അതിനൊരു യുണീക്ക് ID കൊടുത്ത മാനുവലി യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ ഭയങ്കര പാടായിരിക്കും, ഓരോ യൂണിറ്റ് എവിടെയാണെന്ന്. ബട്ട് ഇതിന് പകരം ഓരോ യൂണിറ്റിൽ ഒരു RFID കൊടുക്കുകയും ഇതിൽ അതിൻ്റെ സെൻസേഴ്സ് യൂസ് ചെയ്ത് ഡിറ്റക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഒരു ഡ്രോണിലുള്ളത്. അതുപോലെ തന്നെ ഇവർ കൊച്ചിൻ ഷിപ്പ് യാർഡിലും ഇതുപോലത്തെ എന്തോ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് പറയുന്നില്ല, സെൻസിറ്റീവ് ഡേറ്റാസ് ആയതുകൊണ്ട് കറക്റ്റ് പറയുന്നില്ല. ബട്ട് ഷിപ്പ് യാർഡ്സിൽ അതിൻ്റെ ഷിപ്പിൻ്റെ കണ്ടെയ്നേഴ്സും കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കണക്കിന് എന്തോ ഒരു ടെക്നോളജിയും സിമിലർലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഡ്രോണിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു പ്രൊജക്റ്റാണ് നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ വരുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇൻഗർ റോബോട്ട്
റോബോട്ടിക്സ് പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ റോബോ പാർക്ക് അല്ലെങ്കിൽ റോബോ ലാൻഡ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്ന് അറിയുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് മനു ജോസഫ് ആണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ മനു ജോസഫ് പറയുന്നതായിരിക്കും. Hi, so I'm Manu Joseph. I'm a part of Inger Robotics. Inger Roboticsന്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് റോബോ പാർക്ക്. ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബായിട്ടാണ് നമ്മൾ റോബോ പാർക്ക് വിഭാവനം ചെയ്യുന്നത്. ഒരു എക്കോസിസ്റ്റം ആകുമ്പോൾ അവിടെ കമ്മ്യൂണിറ്റി വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഹ്യൂമൻ റിസോഴ്സ് വേണം. ഇതെല്ലാം ഒന്നിച്ച് ചേരുന്ന ഒരു എക്കോസിസ്റ്റം, ഒരു ഹബ്ബായിട്ടാണ് നമ്മൾ റോബോ പാർക്ക് വിഭാവനം ചെയ്യുന്നത്. റോബോ പാർക്കിൽ ആക്ച്വലി ഒരു 4 വെർട്ടിക്കൽസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വെർട്ടിക്കൽ റോബോ ലാൻഡ് എന്നാണ് പറയുന്നത്. റോബോ ലാൻഡ് ബേസിക്കലി കോമൺ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ വണ്ടർലയിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്ന പോലെ കോമൺ പീപ്പിളിന് ടിക്കറ്റ് എടുത്ത് വന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് ഇമേഴ്സീവ് ആയിട്ട് ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. നമ്മുടെ റോബോ ലാൻഡിൽ തന്നെ ഒരു 12 സോൺസ് ഉണ്ട്. അതും പല ടെക്നോളജീസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. AI, ഓഗ്മെന്റഡ് റിയാലിറ്റി, റോബോട്ടിക്സ്, EV, ഓട്ടോണമസ് വെഹിക്കിൾ, ഇങ്ങനെ ഫ്യൂച്ചർ സെൻട്രിക് ആയിട്ടുള്ള പല ടെക്നോളജീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ടിക്കറ്റ് എടുത്ത് റോബോ ലാൻഡിൽ വന്നാൽ റോബോട്ടിക്സ് ഏരിയസിൽ അവിടെ ഒരു കുക്കിംഗ് റോബോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ ഒരു ഫുഡ് കുക്ക് ചെയ്ത് നമുക്ക് തരുന്നത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് ഉണ്ടാക്കാന്നുള്ളത്. അല്ലെങ്കിൽ ഓട്ടോണമസ് സോണിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബഗ്ഗി ഓട്ടോണമസ് വെഹിക്കിൾ ഉണ്ടാവും. അപ്പൊ ആ വെഹിക്കിളിൽ കയറി ഇരുന്ന് അതിൽ ട്രാവൽ ചെയ്ത് ഒരു ഓട്ടോണമസ് വെഹിക്കിൾ. ചുരുക്കം പറഞ്ഞാൽ നമ്മള് ടെക്നോളജി ഇപ്പൊ നമ്മൾ കറന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ദുബായിലും അവിടെ എവിടെയെങ്കിലും പോയി നമ്മൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലൊക്കെ പോകും പോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പാർക്കാണ്. ഇവിടെ നമ്മളൊരു നമ്മുടെ ഒരു യുണീക്നെസ് ആയിട്ട് വരുന്നത് എല്ലാം നമ്മൾ ഇന്ററാക്ട് ചെയ്ത് ഇമേഴ്സീവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. മ്യൂസിയം കാണുന്ന പോലെ കാണൽ മാത്രമായിരിക്കില്ല. ഇപ്പൊ റോബോട്ട്സിന്റെ ഒപ്പം നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു ടെക്നോളജി പഠിക്കുമ്പോൾ നമ്മളത് ഡു ആൻഡ് ചെയ്ത് നമുക്ക് ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടായിരിക്കും ആ ടെക്നോളജി നമ്മൾ പഠിക്കുന്നത്. ഇത് നമ്മൾ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ ഗവൺമെന്റിന്റെ പ്രൊജക്ട് ആണോ, അതെന്താണ്? ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി ഇങ്കർ റോബോട്ടിക്സ് ചെയ്യുന്നതാണ്. ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന തന്നെയാണ്. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രത്ത് കുറച്ച് നല്ല മ്യൂസിയംസ് ഉണ്ട് ടെക്നോളജി ഒക്കെ കാണിക്കുന്ന. അതുപോലെ തന്നെ പണ്ട് ഇന്നോവേഷൻ ഹബ് എന്നൊക്കെ പറഞ്ഞൊരു ഹബ് ഉണ്ടായിരുന്നു. ബട്ട് ഫ്യൂച്ചറിൽ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് മാനേജ് ചെയ്തുകൊണ്ടാവാം പിന്നെ അത് ഇല്ലാതായി. ഇപ്പം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ പൊടി പിടിച്ച് കിടക്കുന്നത് കാണാം. മെയിൻ്റെനൻസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് എന്തായാലും ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്തൊക്കെയാണ് ഇവിടെ ഒരു ഡെമോ കാണാമല്ലോ നമുക്ക്? യെസ്. സോ ഞാൻ പറഞ്ഞതുപോലെ 4 വെർട്ടിക്കൽസ് ആണ് റോബോ പാർക്കിലുള്ളത്. ഫസ്റ്റ് വൺ റോബോ ലാൻഡ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. റോബോ ലാൻഡ് ആണ് ഈ വരുന്ന ഏരിയ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോണമസ് വെഹിക്കിളിന്റെ ഒരു ട്രാക്ക് ഉണ്ടാവും, ഡ്രോണിന്റെ ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ പല ഏരിയാസ് ഈ റോബോ ലാൻഡിൽ വരുന്നുണ്ട്. പിന്നെ റോബോ ലാൻഡ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാർക്ക് മേക്കർ സ്പേസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. സോ ബേസിക്കലി ഇപ്പോൾ ഒരു ടെക്നോളജിനെ കുറിച്ച് അവെയർ ആയ ആള് എന്തെങ്കിലും ചെയ്ത് നോക്കണം, ഹാൻഡ്സ് ഓൺ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് മേക്കർ സോണിൽ അവർക്ക് ചെയ്യാൻ. ഇപ്പൊ കാണുന്നതിന് പുറത്ത് എന്തെങ്കിലും അവർക്ക് ചെയ്യുന്ന അവിടെ ഇപ്പൊ ഒരു ഇലക്ട്രോണിക് പ്രോജക്റ്റ് വേണമെങ്കിൽ അവിടെ ചെയ്യാം, മെക്കാനിക്കൽ പ്രോജക്റ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അടക്കം ആ മേക്കർ സോണിലുണ്ടായിരിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കും റോബോ ലാൻഡിൽ നിന്ന് ഇതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് നേരിട്ടും മേക്കർ സ്പേസിൽ വന്ന് നമ്മുടെ പ്രൊജക്റ്റോ പ്രോഡക്റ്റോ ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വരുന്ന ഒരു വെർട്ടിക്കലാണ് ഫ്യൂച്ചറിസ്റ്റിക്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്നത് ഇങ്കർ റോബോട്ടിക്സിന്റെ R&D സെന്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ഇൻക്യുബേഷൻ സ്പേസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു 10 സ്റ്റാർട്ടപ്സോളം ഇയർലി ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് ഇങ്കർ റോബോട്ടിക്സ് ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് സാധാരണക്കാർക്കും അക്കാദമീഷ്യൻസിനും ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്കും എല്ലാവർക്കും ഒരുമിച്ച് വരാവുന്ന ഒരു ഹബ്ബ്, ഒരു സ്പേസ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റി. അങ്ങനെയാണ് ഈ റോബോ പാർക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുക. ഇവിടെ വരുന്നവർക്കായിട്ട് നമ്മൾ റിക്രിയേഷണൽ ഏരിയാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആംഫി തിയേറ്റേഴ്സ്, ഗെയിമിംഗ് ഏരിയാസ്, ഷോപ്പിംഗ് സോൺ, അങ്ങനെ ഇതെല്ലാം കൂടി ഒരു റോബോ പാർക്ക്. ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അതുപോലത്തെ ഒരു പാർക്കാണ്. അതെ. ഓക്കെ. അപ്പൊ നൈസ് ടു മീറ്റ് യു ബ്രോ. എന്തായാലും ഇത് ഫ്യൂച്ചർ സംഭവം ആവട്ടെ. ഓക്കെ, താങ്ക് യു. ഇവിടെ പല സ്റ്റാളുകളിലും കൂടെ പോയപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടതാണ്. ISROയിലെ പല പ്രൊഡക്ട്സ് ഇവിടെ ചെറിയൊരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതും പല സ്കെയിൽസിലുള്ളതാണ്. ബട്ട് ഇവിടെ ഇരിക്കുന്ന ഇത് ചന്ദ്രയാൻ 3യുടെ ഒരു റിയൽ സ്കെയിലാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ചന്ദ്രയാൻ
പോയപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്കെയില്, ആ ഒരു സ്കെയിലാണ് ഏകദേശം. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എത്ര ഉണ്ട് അതിൻ്റെ സ്കെയിൽ. അപ്പോൾ അതിൻ്റെ റോവറൊക്കെ ഇറങ്ങി വന്ന ഭാഗങ്ങളാണ് അത് പ്രോപ്പർലി കൊടുത്തിട്ടുള്ളത്. ഒരു ഹ്യൂമൻ്റെ ആ ഒരു സ്കെയിലുണ്ട്. ഇത് റിയൽ സ്കെയിലാണ്. അപ്പോൾ ഇത്ര അടിപൊളി ഒരു സാധനം എത്തിക്കാനാണ് അത്ര കോടികൾക്ക് മുടക്കി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അടിപൊളി ആയിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഹഡിൽ ഗ്ലോബൽ 2024 കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എല്ലാം പാക്കപ്പ് ചെയ്യുക. ഇവിടെ എല്ലാ പരിപാടിയും, ഇവിടെ ഡിസ്പ്ലേയും ബാക്കി കാര്യങ്ങളെല്ലാം പാക്കപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാണാൻ പറ്റി. നമ്മൾ ഈ ഹിഡൻ ജെംസ് എന്നൊക്കെ പറയാൻ പറ്റത്തില്ലേ, അങ്ങനെയുള്ള പലരെയും നമുക്ക് ഡയറക്റ്റ്ലി ഓൺലൈനിൽ പരിചയമുള്ള പലരെയും ഇവിടെ കാണാൻ പറ്റി. അതുപോലെ പല പ്രൊഡക്ട്സ് കാര്യങ്ങൾ കാണാൻ പറ്റി. അപ്പോൾ ഇതുപോലെ അപ് ടു ഡേറ്റഡ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ഇതുപോലത്തെ ഇവൻറ്റിലേക്ക് പോവുക. എന്തായാലും ഹഡിൽ ഗ്ലോബൽ 2025 എന്തായാലും നിങ്ങൾ കാണണം. ഞാനും കാണും. ഓക്കെ, ബൈ.